ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. ദൈവം തന്റെ സൃഷ്ടിയിൽ 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. ഇവയെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവർക്കൊരു ഉത്തരവാദിത്വം കൊടുത്തു. നിങ്ങൾ ഭൂമിയെ പ്രകാശിപ്പിക്കണം, പകലും രാത്രിയും വാഴണം, വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കണം. ഈ ഒരു ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തതിന് ശേഷം ആകാശവിധാനം എന്ന സ്ഥാനത്ത് അവരെ നിർത്തിയിരിക്കുകയാണ്. ഈ സ്ഥാനത്ത് ദൈവം അവരെ നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാമെന്നറിയാമോ? നമ്മെ ദൈവം ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തിന്? ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ഒരു സ്ഥാനത്ത് നമ്മെ ആക്കിയിരിക്കുകയാണ്. അത് ചിലപ്പോൾ വിദ്യാലയങ്ങളിലാകാം, അത് ചിലപ്പോൾ സഭയിലാകാം, അത് ചിലപ്പോൾ കുടുംബങ്ങളിലാകാം, അത് ചിലപ്പോൾ നമ്മുടെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലാകാം. എവിടെയോ ആയിക്കോട്ടെ, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് തീർച്ചയായും ഒരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഓരോ കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ഈ കഴിവുകൾ നമ്മെ പ്രകടിപ്പിക്കുവാൻ ഒരു സ്ഥാനവും ദൈവം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ്. നോക്കൂ, നാം നിൽക്കുന്നതല്ല, ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായും ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. അത് നാം തിരിച്ചറിയണം. ഈ സെപ്റ്റംബർ മാസം നമുക്കൊരു തിരിച്ചറിവിന്റെ മാസമായിരിക്കണം. നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒരിക്കലും അഹങ്കരിക്കുവാനായിട്ട് പാടില്ല. തീർച്ചയായും ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. അത് നീ തിരിച്ചറിയണം. അതിനനുസരിച്ച് നീ ദൈവത്തോട് അടുക്കണം. നീ ദിവസവും പ്രാർത്ഥനയിൽ വളരണം. അതിനാൽ മാത്രമേ ദൈവം നമ്മെ ഉയർത്തുകയുള്ളൂ, ദൈവം നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ. അതിന് ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.